ഹായ് ഇറ്റ്സ് മീ ജുവാന. അതെ, റോഡ് സൈഡിലുള്ള ഒരു കപ്പളാട്ടോ. അപ്പൊ ഞാനിവിടെ കപ്പളങ്ങ കണ്ടപ്പോൾ നമ്മള് പറിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഏയ് അത് പറിക്കണം ഗൈസ്. വാവ്, അങ്ങനെ രണ്ടാമത്തെ വീണു കേട്ടോ അല്ലേ മമ്മേ? യാ ഗൈസ്, ജുവാന മോസ്റ്റ് ആയിട്ട് നമ്മുടെ പപ്പായ പറിക്കുകയാണ്. ഇവിടെ വെള്ളം കണ്ടോ, ഇവിടെ വെള്ളക്കെട്ടാണ് ഗൈസ്. Too difficult guys. യാ കിട്ടുന്നില്ലേ മമ്മേ? അയ്യോ, അതിപ്പോ എന്റെ തലേ വന്നു. ഞാൻ ലാസ്റ്റ് പപ്പായ തലയനാവും. ഓ, അത് അവിടെയാണ് വീണത്. അതവിടെ ചോനയല്ലാതെ കണ്ണിലേക്ക് വീഴല്ലേ. ഓ, അത് ജസ്റ്റ് ഒന്നും കൂടി ഇതാക്കും മമ്മേ. അവിടെ അല്ല, എന്റെ അപ്പുറത്ത് കുത്ത്, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക്. അങ്ങനെ കുത്ത്. ഇല്ല അപ്പൊ ഗായ്സ് അത് കിട്ടുന്നില്ല ഗായ്സ്. ഡയാന പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ. അത് ചെയ്താലേ നന്നാകും, അല്ലെങ്കിൽ പിന്നെ മമ്മ കേട്ടില്ല അല്ലേ മമ്മേ? ആ, അതിന്റെ സൈഡിലുള്ളതും കൂടെ നല്ലതായിരുന്നു ഗൈസ്. ഗൈസ്, പപ്പായ കാരണം നമ്മുടെ കപ്പളത്തിന് നിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പറിച്ചില്ലേ? നോക്ക് മമ്മ, സ്പോട്ടിലുണ്ടാക്കിയ തോട്ടിയാണ് കേട്ടോ. കുളത്തിന്റെ മുകളിൽ ഞങ്ങൾ നമ്മളെ പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പാവാടയിൽ ചെളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചെളിയായില്ലേ? ഫുള്ളും ചെളിയാണിത്. ഇവിടെ റോഡിലൊക്കെ നിറച്ച് വെള്ളമാണ്. ചെളിയും വെള്ളം കൂടെ മഴ പെയ്തിട്ട് ഞാൻ ഇതുകൊണ്ടൊന്ന് പോകാൻ ഓർക്കുന്നുണ്ട്. ശുഭാനന്റെ കാലിതാ നിറച്ച് ചെളി വെള്ളമായി ഗൈസ്. ഇല്ല, നോക്കി ഗൈസിനൊരു ബൈ ബൈ പറയോ? അത്രയുള്ളൂ. ഞാൻ വേഗം പോട്ടെ. തോട്ടി കേട്ടോ, അതാ തോട്ടി കുഞ്ഞാറ്റി അങ്ങോട്ട് കളഞ്ഞു. ചിക്കാരി ശംഭുവിനെ പോലെ ഉണ്ടോ അമ്മേനെ? അപ്പൊ നമ്മുടെ ജുവാന പോവാണ് കേട്ടോ. ഒരു ബൈ ബൈ പറയും അമ്മേ. ജുവാന തോട്ടിമാനായി വരികയാണ്. ഒന്ന് ബൈ ബൈ പറയോ? മമ്മിക്ക് ബൈ ബൈ പറയാൻ ഇഷ്ടമല്ല. കാരണം ബൈ ബൈ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇനി ഇല്ല എന്നാണ് അർത്ഥം.